നമസ്കാരം. ഒരു 2-3 ദിവസം മുമ്പ് BJP നേതാവ് ശ്രീ കെ സുരേന്ദ്രൻ അവർകൾ ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. വളരെ മനോഹരമായിട്ടുള്ളൊരു പ്രസ്താവന. അദ്ദേഹം സിമ്പിളായിട്ട് കാര്യങ്ങൾ ബോധിപ്പിച്ചു. PM ശ്രീയെ സംബന്ധിച്ചുള്ള പ്രസ്താവനയാണ്. അദ്ദേഹം പറഞ്ഞത് ഇതാണ്: ഭാരതത്തിൽ, ഈ ഹിന്ദുസ്ഥാനത്തിൽ എന്താണോ പഠിക്കുന്നത് അത് കേരളവും പഠിക്കും. അത് പഠിച്ചേ മതിയാകൂ. എന്താണോ ഈ ഹിന്ദുസ്ഥാനത്തിൽ പഠിപ്പിക്കുന്നത് അത് കേരളവും പഠിപ്പിക്കും. താൽക്കാലിക നേട്ടത്തിന് വേണ്ടി, താൽക്കാലിക രക്ഷപ്പെടലിന് വേണ്ടി പറ്റില്ല എന്നൊക്കെ പറയും PM ശ്രീയെക്കുറിച്ച്. അവസാനം വരുമ്പോൾ എന്താ സ്ഥിതി? സൂചി കൊണ്ട് കുത്തിക്കാണിച്ചതാണ് BP മേനോൻ. ഇത്രയേ ഉള്ളൂ ഈ കേരളം. ഒരു കുനിയനുറുമ്പ് BJP എന്ന ഗോപുരത്തെ കുത്താൻ ശ്രമിക്കുകയാണ്. പ്യാവം. 4 വർഷങ്ങൾക്ക് മുമ്പ് നടപ്പാക്കേണ്ടിയിരുന്നതാണ് PM ശ്രീ പദ്ധതി. അത് രാഷ്ട്രീയ കാരണങ്ങൾ, ന്യൂനപക്ഷ വോട്ട് ബാങ്ക് താല്പര്യങ്ങൾ അതിലും കൂടെ വൈകിപ്പിച്ച് കൊണ്ടുവന്നു, അത്രമാത്രം. പല അവസരങ്ങളും പല ഗുണങ്ങളും അതിൻ്റെ പേരിൽ നഷ്ടപ്പെടുത്തുകയും ചെയ്തു. അത് നഷ്ടപ്പെടുന്നതിന് മുൻപിൽ നിന്നത് ആരാണ്? PM ശ്രീ നടപ്പാക്കരുത്, PM ശ്രീ കടലിൽ വലിച്ചെറിയണം, കുപ്പയിൽ വലിച്ചെറിയണം എന്ന് പറഞ്ഞത് ആരാണ്? ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയും അയാളുടെ കൂട്ടാളികളും. പ്രതിപക്ഷ നേതാവ് PM ശ്രീയിൽ ഒപ്പിടണോ വേണ്ടയോ എന്നുള്ള ഡിലമയിലെത്തിയതും ഇപ്പോഴത്തെ ഭരണപക്ഷക്കാർ കാരണം കൊണ്ടാണ്. ഇപ്പോൾ PM ശ്രീ നടപ്പാക്കാൻ ഇവിടെയുള്ള സതീശൻ കോയ, മുസ്ലിം ലീഗ് കോയമാർ ഒത്തുചേർന്ന് ശ്രമിക്കുമ്പോൾ നല്ല കാര്യമാണ്. പക്ഷെ ഒപ്പിടുന്നതിന് മുൻപ് ഇതിനെ ഈ രീതിയിൽ വളച്ചൊടിച്ച് പിരിച്ചിങ്ങനെ ആക്കിയതിന് ഇവിടെയുള്ള ലക്ഷോപലക്ഷം വിദ്യാർത്ഥികളോട് ആദ്യം മാപ്പ് പറയണം. മര്യാദ എന്ന് ഇവിടെയുള്ള ലീഗോളികൾക്കും സതീശൻ കോയ പാർട്ടികൾക്കുണ്ടെങ്കിൽ. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഒപ്പുവെച്ചില്ല എനിവേ. അതിനുശേഷം രാഷ്ട്രീയമായിട്ടുള്ള സമ്മർദ്ദങ്ങൾക്ക് ഇപ്പോൾ ഭരിക്കുന്ന ആളുകളുടെ, ഇപ്പോൾ PM ശ്രീ നടപ്പാക്കാൻ ഉദ്ദേശിച്ച് അതിൻ്റെ പുറകിൽ നടക്കുന്ന ആളുകൾ, അവരുടെ സമ്മർദ്ദത്തിനും ന്യൂനപക്ഷ ഇസ്ലാമിസ്റ്റുകളുടെ സമ്മർദ്ദത്തിനും വഴങ്ങി അതിൽ നിന്ന് പിന്നോട്ട് പോയവരാണ്. അന്നത്തെ ഇടതുപക്ഷം പിന്നോട്ട് പോയി. ആ കുഴിച്ചു മൂടിയതിനെ ഇപ്പോൾ മാന്തി പൊന്തിക്കുകയാണ് ഇപ്പോഴത്തെ കോയ സർക്കാർ. എന്തായാലും BJPക്കാർക്ക് വലിയ സന്തോഷമായി. നമ്പൂരി പറഞ്ഞ പോലെ ലക്ഷ്യമായി, തിരുപ്പതിയായി എന്ന് പറയില്ലേ. കാരണം കൊത്തിയ പാമ്പിനെ കൊണ്ട് തന്നെ വിഷമിടിപ്പിക്കുകയാണല്ലോ ഇപ്പോൾ മുഖ്യമന്ത്രി ചെയ്തത്. ആരെക്കൊണ്ട്? ഇവിടെ മുസ്ലിം ലീഗിനെ കൊണ്ട്. മുസ്ലിം ലീഗ് മിണ്ടാട്ടം മുട്ടിയിരിക്കുകയാണ്. അവരുടെ കൂട്ടത്തിലുള്ള മറ്റുള്ള കൊച്ചു കൊച്ചു സംഘടനകളെ, യൂത്തന്മാർ, സമസ്തക്കാർ എല്ലാവരും നിന്ന് തുള്ളുകയാണ്, വെളിച്ചപ്പാട് തുള്ളുകയാണ് അരുതെന്ന് പറഞ്ഞിട്ട്. പക്ഷേ പാണക്കാടൻ കൂട്ടർക്കും മുസ്ലിം ലീഗിൻ്റെ ആളുകൾക്കും മിണ്ടാട്ടം മുട്ടി. മിണ്ടുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? ആ മൗനം സമ്മതത്തിൻ്റെ ലക്ഷണമാണ് കാണിക്കുന്നത്. അപ്പം അവരെ കൊണ്ട് തന്നെ ഒപ്പിടിവിക്കുകയാണ് ചെയ്യുന്നത്.
വിദ്യാഭ്യാസ മന്ത്രി ഇപ്പം ആരാ? അയാളൊരു മുസ്ലിമാണ്. വർഷങ്ങളോളം ഇത് ഞമ്മക്ക് പറ്റൂല, ഇത് PM ശ്രീയല്ല മോഡി ശ്രീയാണ്, അതല്ലെങ്കിൽ ഹിന്ദു ശ്രീയാണ് എന്ന് പറഞ്ഞു നടന്ന് വർഷങ്ങളോളം അതിനുവേണ്ടി എന്തെല്ലാം ലഹളകളുണ്ടാക്കി. സ്കൂളുകളിൽ ഖുർആൻ പഠിപ്പിക്കണം, നടക്കുന്ന കാര്യമാണ് അതൊക്കെ. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഇപ്പോൾ എന്തായി? BJP സർക്കാരിൻ്റെ PM ശ്രീ പദ്ധതിക്ക് മുമ്പിൽ സാഷ്ടാംഗ പ്രണാമം നടത്തിയിരിക്കുകയാണ്. കൊത്തിയ പാമ്പിനെ കൊണ്ട് തന്നെ വിഷം പിടിപ്പിച്ചു. ഇത് നേരത്തെ നടപ്പാക്കിയിരുന്നെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അതിൻ്റെ ഗുണം എന്നേ ലഭിച്ചു തുടങ്ങുമായിരുന്നു. ഇപ്പോൾ ഇവിടെ ഭരിക്കുന്നവർക്ക് ഇഷ്ടമുള്ള സ്കൂളുകളിൽ മാത്രം PM ശ്രീ നടപ്പാക്കുമെന്ന് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടും, അതും പഠിക്കുന്ന വിദ്യാർത്ഥികളെ വഞ്ചിക്കുന്ന ഒരു രീതിയാണത്. PM ശ്രീ പദ്ധതിയിൽ നിന്ന് കേരളത്തിന് പിന്മാറാൻ സാധിക്കില്ല എന്നും, എങ്ങനെ വളഞ്ഞ് പിടിഞ്ഞ് തിരിഞ്ഞു പോയാലും അവസാനം എല്ലാ നദികളും കടലിലെത്തിച്ചേരുന്ന പോലെ ഈ കൊച്ചു പദ്ധതിയും അവസാനം BJPയുടെ വൻ പദ്ധതികളുടെ കൂട്ടത്തിൽ തന്നെ ചെന്ന് ചേരും. മതേതരത്വത്തിൻ്റെ പേര് പറഞ്ഞ് പ്രതിപക്ഷ നേതാവായിരിക്കെ ഈ പദ്ധതിയെ അതിശക്തമായിട്ട് എതിർത്ത VD സവർക്കർ സതീശൻ കോയ ഇന്ന് മുഖ്യമന്ത്രി ആയതിനു ശേഷം അതേ പദ്ധതി നടപ്പിലാക്കാനുള്ള വഴികൾ തേടുകയാണ്. പദ്ധതി നടപ്പാക്കേണ്ടി വന്നാൽ അറബിക്കടൽ ഞങ്ങൾ വറ്റിക്കും എന്നാണെന്ന് ഈ ഇസ്ലാമിസ്റ്റ് നായ്ക്കൾ കുരച്ചുകൊണ്ട് പറഞ്ഞിരുന്നത്. ഞാൻ തമിഴ്നാട്ടിലായതുകൊണ്ട് പോയി നോക്കിയിട്ടില്ല, പക്ഷെ അന്വേഷിച്ചപ്പോൾ അറബിക്കടലയ്ക്ക് അവിടെയുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത്. PM ശ്രീ നടപ്പിലാക്കേണ്ടി വരുമെന്ന് അന്നേ തന്നെ കോയയ്ക്ക് അറിയാമായിരുന്നു, സതീശൻ കോയയ്ക്ക് അറിയാമായിരുന്നു. കോൺഗ്രസ് ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് നടപ്പാക്കി കഴിഞ്ഞു. ഇവരാ കോൺഗ്രസ് അല്ലേ ഈ കോൺഗ്രസ്? സോണിയാഗാന്ധി തലപ്പത്തിരിക്കുന്ന, രാഹുൽ ഗാന്ധി തലപ്പത്തിരിക്കുന്ന, പ്രിയങ്ക ഗാന്ധി തലപ്പത്തിരിക്കുന്ന കോൺഗ്രസ് അവിടെ വേറെയും ഇവിടെ വേറെയാണോ? കോൺഗ്രസ് ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ഈ പദ്ധതി നടപ്പാക്കി കഴിഞ്ഞു. ആയതുകൊണ്ട് തന്നെ ഓരോ സ്കൂളുകൾക്കും കോടിക്കണക്കിന് രൂപയുടെ വികസന സഹായവും കിട്ടിക്കഴിഞ്ഞു. ഇവിടെ മാത്രം 1000 വരലിട്ടിരിക്കുകയാണ്. സ്മാർട്ട് ക്ലാസ് മുറികൾ, ഇവിടെ പുരോഗമനം. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ബെഞ്ചാണ്, കസേരയൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ബെഞ്ചിൽ 5 പേര് കൂട്ടിമുട്ടി ഇരിക്കണം. ഇന്നൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ അഹങ്കരിക്കുകയാണ്, അഭിമാനിക്കുകയാണ് നമ്മുടെ പുതിയ തലമുറയെക്കുറിച്ച്. അതിനൊന്നും കൂടി ഉയർത്തേണ്ടതുണ്ട്. ഞാൻ നമ്മളുടെ 24-ൻ്റെ ശ്രീകണ്ഠൻ നായർ, ഒരു ദിവസം ഞാൻ ട്രെയിനിൽ സഞ്ചരിക്കുന്ന സമയത്ത് റിസർവേഷൻ 3rd AC-യിലോ മറ്റോ ആണ് റിസർവേഷൻ കിട്ടിയത്. അതിലും വലിയ ക്ലാസ്സുകളൊക്കെ ഉണ്ട്. ഡബിൾ ഡെക്കർ ഉണ്ട്, 2 tier AC ഉണ്ട്, റിസർവേഷനുണ്ട്, കൂപ്പയുണ്ട്. ഒരു പയ്യൻ എൻ്റെ ഓപ്പോസിറ്റ് വന്നിരുന്നു, മിടുക്കനായിട്ടൊരു പയ്യൻ. വന്ന ഉടനെ അദ്ദേഹം എൻ്റെ കാലൊക്കെ തൊട്ട് വന്നിച്ച് നമസ്കാരം സ്വാമിജി എന്ന് പറഞ്ഞായിരുന്നു. പ്രത്യേകം ചോദിച്ചു. അവൻ്റെ പെരുമാറ്റം കണ്ടപ്പോൾ, അവൻ്റെ ഫോൺ വിളികളൊക്കെ കണ്ടപ്പോൾ, അവൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു. പേര് പറഞ്ഞു. അച്ഛനെന്ത് ചെയ്യുന്നു? അച്ഛനൊരു TV ചാനലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അമ്മ ആ TV ചാനലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. മോനോ? ഞാനും ഒരു TV ചാനലുമായിട്ട് ബന്ധപ്പെട്ടാണ്. എന്തോ ഒരു വാക്കൊക്കെയും പറഞ്ഞു. എവിടെയാണ് പഠിച്ചത്? അവൻ ചോദിക്കാൻ തോന്നി.
ഞാൻ കുറച്ച് കാലം വിദേശത്താണ് പഠിച്ചത്. എവിടെ? ദുബായിലാണ് പഠിച്ചത്. പക്ഷേ കുട്ടിയുടെ പേര് കേട്ടപ്പോൾ അപ്പുറത്തൊരു സ്ത്രീ ചോദിച്ചു, നിങ്ങൾ SKയുടെ മകനാണോ? അത്ര മാത്രമേ പറഞ്ഞുള്ളൂ. പിന്നീട് ഞാൻ വിശദമായിട്ട് പല കാര്യങ്ങളും എനിക്ക് അറിയേണ്ടുന്ന പല കാര്യങ്ങളും ചോദിച്ചപ്പോൾ എല്ലാം നമ്മളുടെ ഇപ്പോൾ ഇതുണ്ടല്ലോ, ഒരു മൊബൈലിൽ നോക്കിയിട്ട് നമ്മൾ ജെമിനിയിലൊക്കെയും ചോദിക്കുമ്പോൾ എന്തും ഉത്തരം കിട്ടുമല്ലോ, അതുപോലെ അവനും ഉത്തരം വരുന്നത്. എനിക്ക് വേണമെങ്കിൽ അവനൊരു 10, 26, 27, 28, 29 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പം ഞാൻ ആലോചിച്ചു, ദുബായിലുള്ള പഠനത്തിൻ്റെ ഗുണമാണ്. അങ്ങനെയുള്ള പഠനം ഈ നാട്ടിൽ എന്നാ വരിക? ഇന്ന് 10ലേക്കുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പത്മശ്രീ പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. ഇവിടുന്ന് കുട്ടികൾ അവിടെയും ഇവിടെയും തെണ്ടി പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട് അത്തരം ക്ലാസ് മുറികളെന്ന് വരുത്താൻ. അംബാനിയുടെ ഭാര്യ നടത്തുന്ന ഒരു ക്ലാസ്സുണ്ട്, ഒരു സ്കൂളുണ്ട്. ടെൻഡുൽക്കറുടെ മകൻ അവിടെയാണ് പഠിക്കുന്നത്. ശനി ഞായറും വീട്ടിലേക്ക് വരാം, വെക്കേഷൻ സമയങ്ങളിൽ വീട്ടിലേക്ക് വരാം. വീട്ടിൽ വന്നാൽ 1-2 ദിവസം തിരിച്ചു പോകാൻ അവനത് മതി, സ്കൂൾ മതി. അങ്ങനെയൊക്കെയുള്ള സ്കൂളുകളായി തുടങ്ങി. സ്മാർട്ട് ക്ലാസ് മുറികൾ. ആർക്കെങ്കിലും എന്തെങ്കിലും സ്പെഷ്യൽ കഴിവുണ്ടെങ്കിൽ അതിനെ വികസിപ്പിക്കുന്ന പരിശീലനങ്ങൾ, കലാകായിക രംഗത്ത് ആധുനിക സൗകര്യങ്ങൾ, കായിക ഉപകരണങ്ങൾ, അതുപോലെ വിദ്യാർത്ഥികൾക്കുള്ള മെച്ചപ്പെട്ട പോഷകാഹാര പദ്ധതികൾ, ചിക്കൻ ബിർമാണി അടക്കം. ഞാൻ തമിഴ്നാട്ടിലാണ്. ഇവിടെ മുട്ട ബിരിയാണി അങ്ങനെ എന്തൊക്കെയുണ്ട് ഇവിടുത്തെ കുട്ടികൾക്ക്. അതിൻ്റെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ വലിയ താല്പര്യമാണ്. അവർക്ക് നല്ല ഡ്രസ്സ്. എനിവേ ആ ഒരു അവസ്ഥയുടെ അങ്ങേ തലത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് PM ശ്രീ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള സമഗ്ര വിദ്യാഭ്യാസ പുരോഗതി അതൊക്കെ സ്വപ്നമല്ല, അതൊക്കെ സാധ്യമാകുമായിരുന്നു ഈ PM ശ്രീ വേണ്ടുന്ന സമയത്ത് ഏറ്റെടുത്തിരുന്നെങ്കിൽ. കേരളത്തിലുള്ള 2 ലക്ഷത്തിൽ താഴെയുള്ള വനവാസി വിദ്യാർത്ഥികൾ, അവർക്കും ഇതിൻ്റെ ഗുണം ലഭിക്കുമായിരുന്നു. എന്നാൽ നമ്മളുടെ ഇവിടുത്തെ ഏറ്റവും വലിയ ബിസിനസ്, നമ്മൾ പറയും കേരളത്തിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരൻ യൂസഫ് അലി സാഹിബാണെന്ന്. ഒന്നുമല്ല, ഇവിടുത്തെ രാഷ്ട്രീയക്കാരാണ്. അവരുടെ ക്രയവിക്രയ സാമഗ്രി രാഷ്ട്രീയമാണ്. രാഷ്ട്രീയം വെച്ച് കളിക്കുന്നു. ഭരണം നടത്തുന്ന ബ്യൂറോക്രാറ്റ്സും. നാളെ ഞാൻ കയറി മുഖ്യമന്ത്രി ആയാലും എനിക്കും ഭരിക്കാൻ പറ്റും. കാരണം ആ യന്ത്രത്തിൻ്റെ അപ്പുറത്ത് ഞാൻ നെല്ല് കൊണ്ടിട്ടാലും നിങ്ങൾ നെല്ല് കൊണ്ടിട്ടാലും അതിൽ ഉമി കളഞ്ഞ് വെളുപ്പിക്കേണ്ടത് യന്ത്രമാണ്. അതാണ് മലയാറ്റൂർ രാമകൃഷ്ണൻ പറഞ്ഞ ബ്യൂറോക്രസിയെ യന്ത്രം എന്ന് പറഞ്ഞത്. അത് വേറെ കാര്യം. കരിക്കുലത്തിൻ്റെ പേരിൽ ഏതായാലും രാഷ്ട്രീയ നാടകമല്ല, രാഷ്ട്രീയ കച്ചവടം. അങ്ങോട്ടും ഇങ്ങോട്ടും പെർസെൻറ്റേജ് കണക്കും പറഞ്ഞ് എന്തിനു പറയുന്നു? വിദ്യാർത്ഥികളുടെ ഭാവിയാണ് അവർ തുറച്ചത്. വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുന്നു? പ്രിലിമിനറി വിദ്യാഭ്യാസം കഴിഞ്ഞ് അവർ ഡെൻമാർക്കിൽ പോയി, സ്വിറ്റ്സർലാൻഡിൽ പോയി, നോർവേയിൽ പോയി, ഓസ്ട്രേലിയയിൽ പോയി. അങ്ങനെ LDFും UDFും കള്ളനും പോലീസും കളിക്കുകയാണ്. ഇന്ന് ഞാൻ കള്ളൻ, നാളെ നീ പോലീസ്, നാളെ നീ കള്ളൻ, നാളെ ഞാൻ എന്ന രീതിയിൽ കരിക്കുലത്തിൻ്റെ പേരിൽ CPIയെയും ജമാഅത്ത് ഇസ്ലാമിയെയും മുസ്ലിം ലീഗിനെയും കബളിപ്പിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ അവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കുക. PM ശ്രീ നടപ്പാക്കണം. അതിൽ വലിയ കാര്യങ്ങളുണ്ട്. നടപ്പാക്കാതിരിക്കാൻ കഴിയാത്ത പ്രശ്നമാണ്. ഏതായാലും മണ്ടൻ കോയമാർ അതും വിശ്വസിച്ചു. ഓലപ്പാമ്പ് കാണിച്ചിട്ട് തലയ്ക്ക് വിവരമില്ലല്ലോ. ഇതാണ് രാജഗോപാൽ പറഞ്ഞ് വിശ്വസിക്കുക ആ കൂട്ടർ. കാരണം അവർ ഒളിച്ചിരിക്കുകയാണല്ലോ കൂപത്തിനകത്ത്. ഏതായാലും കരിക്കുലത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ കൃത്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകും.
ആ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമാണ്. പണ്ട് VP മേനോൻ പറഞ്ഞ പോലെ ഇത്രയും വലിയൊരു യൂണിയൻ ഇവിടെ വരുമ്പോൾ, യൂണിയൻ സർക്കാർ വരുമ്പോൾ കേരളത്തിലെ തിരുവിതാംകൂർ അത് സ്വതന്ത്ര ഭരണം എങ്ങനെ നടക്കാനാണ്? സൂചി കുത്താനുള്ള ഇടയുള്ളൂ മൊത്തത്തിൽ നോക്കുമ്പോൾ. അതുപോലെ ഇവിടെയുള്ള സതീശൻ കോയെ വിചാരിച്ചാലും തടയാൻ പറ്റില്ല. ഏതായാലും വിഷണ്ണന്മാരായത് വായിൽ വിരലിട്ട് കോലുമിട്ടായും തിന്നിരിക്കുന്നവരിപ്പോൾ പാണക്കാടന്മാരും ലീഗോളികളുമാണ്. അവരിത് പ്രതീക്ഷിച്ചതല്ല. ഇനി എന്ത് തങ്ങളുടെ ആൾക്കാരോട് പറയുമെന്നറിയില്ല. കുട്ടികളവിടെ പോയിട്ട് സരസ്വതി നമസ്തുഭ്യം ഭരതേ കാമരൂപിണി എന്ന് ചൊല്ലേണ്ട അവർക്ക് ഗതികേടാണ്. അവർക്ക് ദൈവം ഒന്നേ ഉള്ളൂ, വേറൊന്നും ദൈവമല്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ സരസ്വതി നമസ്തുഭ്യം ഭരതേ കാമരൂപിണി അത് ഓർക്കാൻ വയ്യ. പക്ഷേ ഓർത്തേ മതിയാകൂ. അതും പഠിക്കേ എന്നാലേ നിലനിൽപ്പുണ്ടാവുള്ളൂ. കാരണം ഇത് ഹിന്ദുസ്ഥാനമാണ്, ഇത് ഭാരതമാണ്. ദേശീയ താല്പര്യങ്ങൾക്കും വിദ്യാഭ്യാസ ഏതായാലും കരിക്കുലത്തിൻ്റെ പേരിൽ അവരെ പല കാര്യങ്ങളും പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്ത്യ പഠിക്കുന്നത് കേരളവും പഠിക്കേണ്ടി വരും. ഇന്ത്യ പഠിപ്പിക്കേണ്ടത് കേരളവും പഠിപ്പിക്കേണ്ടി വരും. അതാണ് കെ സുരേന്ദ്രൻ പറഞ്ഞത്. ഇഷ്ടമുള്ളതുപോലെ ചരിത്രത്തെ വളച്ചൊടിച്ച് പാഠപുസ്തകങ്ങളിൽ കയറ്റാൻ ഒരു സംസ്ഥാന സർക്കാരിന് ഇനി സാധിക്കില്ല. ആരും ശ്രമിച്ച അടി വാങ്ങിച്ച് കിട്ടും, അത്രയേ ഉണ്ടാവുള്ളൂ. ദേശീയ താല്പര്യങ്ങൾക്കും വിദ്യാഭ്യാസ നിലവാരത്തിനും അനുസരിച്ചുള്ള ഉള്ളടക്കമാണ് രാജ്യത്തിൽ പഠിപ്പിക്കുക. മഹാനായ ഷാജഹാൻ, മഹാനായ അക്ബർ ആ കാലഘട്ടം കഴിഞ്ഞു. അല്ലാതെ ഈ മഹാത്മാക്കളുണ്ട് ഇവിടെ, അവതാര പുരുഷന്മാരുണ്ട്, ശങ്കരാചാര്യരെ പോലെ. അതിനേക്കാൾ വലിയൊരു പ്രവാചകൻ ഈ ലോകത്തിലുണ്ടായിട്ടുണ്ടോ? വെറുതെ അക്ഷരക്കൂട്ടുകളല്ല, ശാസ്ത്രമാണ് ശങ്കരാചാര്യരുടേത്. അങ്ങനെ ഒരുപാട് പേര് ഈ ലോകത്തിലുണ്ടായിട്ടുണ്ട്. ഇനിയും പ്രവാചകന്മാർ വരും. ശങ്കരാചാര്യരാണ് അവസാനത്തെ പ്രവാചകൻ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആരെ അംഗീകരിക്കാൻ? കേരളത്തിൽ ഇപ്പോൾ തന്നെ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ വിവിധ ഘടകങ്ങൾ നടപ്പിലാക്കി കഴിഞ്ഞു. NCERTയുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള പാഠ്യവിഷയങ്ങളും അധ്യാപക പരിശീലനവും ഇപ്പോഴേ സംസ്ഥാനത്തിന് നിലവിലുണ്ട്. SCERT തയ്യാറാക്കുന്ന പാഠപുസ്തകങ്ങൾ പോലും ദേശീയ മാനദണ്ഡങ്ങൾക്ക് വിധേയമായി കഴിഞ്ഞു. ആയതുകൊണ്ട് തന്നെ ഇനി ഏകദേശം ആകെ മുങ്ങി. ഇനി എന്തിനാ കുളിര് ബാക്കി വെക്കുന്നത്? ആ PM ശ്രീയുടെ അടിയിൽ നീട്ടി വലിച്ചൊരു ഒപ്പിട്. ഇനി അതേ പറ്റൂ. ഭാരതം പഠിക്കുന്നത് കേരളം പഠിക്കണം. ഈ ഹിന്ദുസ്ഥാനം പഠിപ്പിക്കേണ്ടത് കേരളവും പഠിപ്പിക്കണം. സ്കൂളുകളിലും കോളേജിലും അധ്യാപനം തുടങ്ങുമ്പോൾ ഭഗവാനെ, ദേവി, അമ്മേ, ഞങ്ങൾ വിദ്യ ആരംഭിക്കുന്നു, ഞങ്ങൾ അനുഗ്രഹിക്കണം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർബഹുതുമേ സദാ. പറഞ്ഞേ തീരൂ. ജയ് ശ്രീറാം.